അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അങ്ങനെ സഫ 3 ദിവസമായി ബാംഗ്ലൂരിലെ ഒരു വാടക വീട്ടിൽ പുതിയൊരു ജീവിതം തുടങ്ങുമെന്ന സ്വപ്നം സഫയുടെ മനസ്സിലുണ്ടെങ്കിലും യാഥാർത്ഥ്യം അത്ര എളുപ്പമല്ലായിരുന്നു. എൻ്റെ കയ്യിൽ പണമില്ല, കാരണം ജോലിയൊന്നുമില്ലല്ലോ. എടി, എനിക്ക് ഇങ്ങനെ പണമില്ലാതെ നിൽക്കാൻ കഴിയില്ല മോളെ. നീ എൻ്റെ കയ്യിലില്ല സ്വർണം തരുമോ? പഠിച്ചോനെ, ഞാൻ ഇയാളുടെ കൂടെ എങ്ങനെ ജീവിക്കാനാണ്? ഇപ്പം തന്നെ എൻ്റെ സ്വർണം ചോദിക്കുകയാണല്ലോ റബ്ബേ. മോളെ, നിൻ്റെ വള ഞാൻ കൊണ്ടുപോയി വിൽക്കട്ടെ? അതല്ലാതെ എനിക്കൊരു മാർഗവുമില്ല മോളെ. സാധനങ്ങളൊക്കെ വാങ്ങാനും കഴിയില്ല. പഠിച്ചോനെ. മോളെ, ഞാൻ ഒരു ജോലി അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം ശരിയാക്കി തരാം കേട്ടോ. അങ്ങനെ അർജുൻ ഒരു ജോലി നോക്കി. രാവിലെ അർജുൻ ജോലി അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ സഫ ഒറ്റക്കാണ് മുറിയിൽ. ജനാലയ്ക്ക് പുറത്ത് കേൾക്കുന്ന നഗരത്തിൻ്റെ ശബ്ദങ്ങൾ, അവൾക്ക് പരിചയമില്ലാത്ത മുഖങ്ങൾ, എല്ലാം അവളെ ഓർമ്മിപ്പിക്കുന്നത് ഉമ്മയുടെ ചൂടുള്ള. അങ്ങനെ ഉമ്മ, പഠിച്ചോനെ, ഈ കുട്ടി ഇനിയും വന്നില്ലല്ലോ. ഉമ്മ ഫോൺ എടുക്കുന്നു, ഫോൺ വിളിക്കുന്നു. ഹലോ, എൻ്റെ കുട്ടിയേജ് എവിടെ? എനിക്ക് പോരാനായില്ലേ? ഇല്ലുമാ, എനിക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരില്ല കേട്ടോ. വരുമ്പോൾ വിളിക്കാട്ടോ. ശരിയാണ് മോളെ, നീ പറയുന്നത് ഒക്കെ വിശ്വസിക്കുന്ന. എന്താ പഠിച്ചോനെ, എനിക്ക് അറിയില്ലേ കുട്ടീൻ്റെ കഥ. ആയിക്കോട്ടെ മോളെ, എന്നാൽ വിളിക്കാട്ടോ അമ്മ. ആയിക്കോട്ടെ, എന്നാൽ ശരി. അർജുൻ ജോലി അന്വേഷിച്ച് പോയി. ആ ദിവസവും അർജുൻ നിരാശയോടെ വരുന്നത് കണ്ട് സഫ, എന്തായി, ജോലി എന്തെങ്കിലും ആയോ? എവിടെയും ജോലിയില്ലടി. ഡിഗ്രി ചോദിക്കുകയാണ്, പരിചയവും ചോദിക്കും. നമ്മൾക്കതൊന്നുമില്ല മോളെ. ഇനി എന്ത് ചെയ്യും? അതും പറഞ്ഞു നിന്ന് അർജുൻ പുറത്തു പോയപ്പോൾ ആ ഉടമ വന്ന് ബെല്ലടിച്ചു. പിന്നെ, വാടക തരാതെ ഇനി ഇവിടെ നിൽക്കണ്ട കേട്ടോ. ഫസ്റ്റ് തന്നെ വാടക തന്നിട്ടല്ലേ നിൽക്കല്. ഇന്ന് നിങ്ങൾ 3 ദിവസമായി വാടക തരണം കേട്ടോ. ഈ മാസത്തെ വാടക ഇപ്പം തന്നെ തരണം. അന്ന് രാത്രി അർജുൻ വന്നു. ഒന്നും സംസാരിക്കുന്നില്ല സഫയോട്. സഫയുടെ കൈകൾ പിടിച്ചിരുന്നെങ്കിലും അവൻ്റെ കണ്ണുകളിൽ അവൻ്റെ നിരാശയും തളർച്ചയും. ഇങ്ങനെ ആയാൽ ഇനി എന്ത് ചെയ്യും? അവൾക്ക് ബേജാറായി. അർജുൻ ഒന്നും മറുപടി കൊടുത്തില്ല. അടുത്ത ദിവസം അവൾ ചെറിയൊരു ഷോപ്പിൽ ജോലി തുടങ്ങി. ചെറിയ വേതനവും, പക്ഷെ അവളുടെ മനസ്സിൽ വലിയൊരു കരുത്ത്. എന്നാൽ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ സഫയുടെ മനസ്സ് കരഞ്ഞു. ഉമ്മയുടെ മുഖം വീണ്ടും വീണ്ടും മുന്നിൽ തെളിഞ്ഞു. ഉമ്മ, ഞാൻ നിങ്ങളെ വഞ്ചിക്കാണ് കേട്ടോ. ഉമ്മ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്കുണ്ടാവില്ല. പഠിച്ചോനെ, ഞാൻ എൻ്റെ ഉമ്മനെ എന്തൊരു വഞ്ചിച്ചതാണ് റബ്ബേ. ഇതും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. സഫയും മുറിയിൽ അർജുനും മൗനം. രാവിലെ വേഗം എണീറ്റ് സഫ ഫോൺ തുറന്ന് നോക്കി. ഉമ്മയുടെ നമ്പറിലേക്ക് വിളിക്കണം. ഇതൊക്കെ ഒന്ന് പറയണം. എൻ്റെ മനസ്സിനൊന്ന് സമാധാനം. എൻ്റെ ഉമ്മനെ ചതിച്ചതിന് എനിക്ക് കിട്ടിയതാണ് റബ്ബേ എന്ന് പറഞ്ഞ് അവൾ വിളിക്കണം. അവളുടെ കൈകൾ പിടിച്ചു നിർത്തി. വിളിക്കണ്ട, ഇതൊന്നും പറഞ്ഞാലും പറ്റില്ലല്ലോ. വിളിക്കണോ എന്നും പറഞ്ഞിങ്ങനെ നിന്ന്. എനിക്ക് പറയണം എൻ്റെ ഉമ്മനോട്. പിന്നെ വിളിക്കുന്നു. ഹലോ. ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ കണ്ണീർ പെട്ടെന്ന് ഒഴുകി. ഉമ്മൻ്റെ മോളെവിടെ? സങ്കടത്തോടെ. നീ എവിടെ? നിനക്ക് എന്തോ സംഭവിച്ചെന്നല്ലോ. എന്തു പറ്റി മോളെ? നിൻ്റെ ശബ്ദമൊക്കെ എന്തോ ആയിനല്ലോ. ഉമ്മ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ സേഫാണ് ഉമ്മ, എനിക്കെന്തും പറ്റിയിട്ടൊന്നുമില്ല. മോളെ, നീ എവിടെയാണുള്ളത്? പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ലമ്മ, ഞാൻ അങ്ങോട്ട് വരും. എന്ന് മോളെ? നോക്കട്ടെ. കേട്ടോ ഉമ്മക്ക് മനസ്സമാധാനമില്ല. ഇതെല്ലാം അർജുൻ കേട്ട് നിൽക്കുകയായിരുന്നു. അവൻ്റെ ഹൃദയം ഇടിമിന്നൽ പോലെ കുലുങ്ങി. എടി, നീ പോകുന്നത് ശരിയാണ്. ഞാൻ നിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നീ എന്നെ മറക്കുമോ? അവളൊന്നും മിണ്ടിയില്ല. ബസ് സ്റ്റോപ്പിൽ പോയി സഫ യാത്രയ്ക്കുള്ള ടിക്കറ്റ് കത്തു. നല്ല മഴ പെയ്യുന്നുണ്ട്. കാലുകൾ തെന്നി വീഴാതെ നിൽക്കാൻ ശ്രമിച്ചു. മടങ്ങുമ്പോൾ ബാംഗ്ലൂരിലെ വിളക്കുകൾ അവസാനിച്ചു. അവൾക്ക് ഉമ്മാനെ ഓർമ്മ വന്ന്. ബസ് പോകുമ്പോൾ സഫയുടെ കണ്ണുകളിൽ കണ്ണുനീർ തുള്ളി. അത് സങ്കടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കലവറ അവളുടെ മനസ്സിൽ ഉറച്ചു. എന്തൊക്കെ സംഭവിച്ചാലും ഉമ്മയോടുള്ള ബന്ധം ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ സഫയുടെ വീട്ടിലെത്തി. വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് സഫ, ഉമ്മ എന്താ? മോളെ, ഇഞ്ച് വന്നോ? എന്തുമ്മ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? ഉമ്മ പറയാം, ഇപ്പം വാതിൽ തുറന്നതാ മോളെ. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്തേ മോളെ, എന്താ ഉണ്ടായത്? ജോലിക്ക് നിന്ന് അവിടെ എന്തെങ്കിലും ഉണ്ടായോ?
അതുമില്ല ഉമ്മ, അതൊന്നുമില്ല. ഉപ്പ എവിടെ എന്ന് പറഞ്ഞാൽ അവൾ കരഞ്ഞു. ഇനി സഫമോൾ അർജുൻ്റെ കൂടെ പോകില്ല എന്ന് ഉമ്മാനോട് പറയുമോ? കാത്തിരുന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.